ഹൈ ഫ്രണ്ട്സ്, ഇന്ന് പറയാൻ പോകുന്ന പ്രൊഡക്റ്റ് ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനപ്രിയവും അതുപോലെ തന്നെ രുചികരവുമായിട്ടുള്ള ന്യൂട്ടെല്ലയെ കുറിച്ചിട്ടാണ്. ലഘുഭക്ഷണത്തിനോടൊപ്പം മിക്സ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രൊഡക്റ്റാണത്. ചപ്പാത്തി, ബ്രെഡ്, പോഷക സമൃദ്ധമായ ഭക്ഷണങ്ങളുമായി സംയോജിപ്പിക്കുമ്പോൾ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. ന്യൂട്ടെല്ലയിൽ ഹാസൽനട്ട് അടങ്ങിയിട്ടുണ്ട്. ഹാസൽനട്ട് നല്ല പോഷകഗുണങ്ങൾ നൽകുന്നുണ്ട്. ഹാസൽനട്ടിൽ വിറ്റാമിൻ ഇ, മഗ്നീഷ്യം എന്നിങ്ങനെയുള്ള പോഷകഗുണങ്ങൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഇത് തലച്ചോറിൻ്റെ പ്രവർത്തനത്തെയും മൊത്തത്തിലുള്ള ആരോഗ്യത്തെയും വളരെയധികം പിന്തുണയ്ക്കുന്നുണ്ട്. ചില പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഹാസൽനട്ട്സ് പൊതുവെ കൊളസ്ട്രോൾ കുറയ്ക്കാനും ധമനിയുടെ ആരോഗ്യമൊക്കെ മെച്ചപ്പെടുത്താൻ സഹായിക്കുക എന്നുള്ളതാണ്. ഈ ഒരു പ്രൊഡക്റ്റിൽ പഞ്ചസാരയും കൊഴുപ്പും കൂടുതൽ അടങ്ങിയിട്ടുണ്ട്. ന്യൂട്ടെല്ലയെ ഇതുകൊണ്ട് തന്നെ ആരോഗ്യകരമായിട്ടുള്ളൊരു ഭക്ഷണമായിട്ട് കണക്കാക്കപ്പെടുന്നില്ല. ചിലതരം ഹാസൽനട്ടുകൾ അടങ്ങിയിട്ടുണ്ടെങ്കിലും സമീകൃത ആഹാരത്തിൻ്റെ ഭാഗമായിട്ട് വല്ലപ്പോഴും ആസ്വദിക്കാൻ പറ്റിയൊരു പ്രോഡക്റ്റാണ്. ന്യൂട്ടെല്ല ആരോഗ്യകരമല്ലെന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചസാര അടങ്ങിയിട്ടുണ്ട്. ഇത് അമിതമായിട്ട് കഴിക്കുമ്പോൾ ശരീരഭാരം വർദ്ധിക്കാനും പല്ല് ക്ഷയിക്കുന്നതിനും പ്രമേഹം പോലുള്ള വിട്ടുമാറാത്ത രോഗങ്ങളുടെ സാധ്യതയൊക്കെ വർദ്ധിക്കാനും ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ കൊഴുപ്പും കൂടുതലാണ്. വലിയ അളവിൽ കഴിച്ചു കഴിഞ്ഞാൽ ഹൃദ്രോഗ സാധ്യതയൊക്കെ വർദ്ധിപ്പിക്കുകയും ചെയ്യും. കൂടാതെ ചില വ്യക്തികൾക്ക് അലർജി, ദഹന പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ്. അതുപോലെ തന്നെ കലോറിയും കൂടുതലാണ്. മിതമായ അളവിൽ കഴിച്ചില്ലെങ്കിൽ ഇത് ശരീരഭാരം വർദ്ധിക്കാൻ കാരണമാകും. കൊഴുപ്പും പഞ്ചസാരയും അടങ്ങിയിരിക്കുന്നതിനാൽ കുട്ടികൾക്കും ഇത് ആരോഗ്യകരമല്ലെന്ന് പൊതുവെ കണക്കാക്കപ്പെടുന്നുണ്ട്. ന്യൂട്ടെല്ല ഒരിക്കലും പതിവ് ശീലമാക്കരുത്. ഇത്തരം സൈഡ് എഫക്റ്റൊക്കെ ഉണ്ടാകാനായിട്ട് ചാൻസസ് കൂടുതലാണ്. ന്യൂട്ടെല്ല അമിതമായിട്ട് കഴിക്കുന്ന സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തോളൂ.